കൂരിരുട്ടിൻ്റെ വന്യതയിൽ സൂര്യചന്ദ്രന്മാരും അഗ്നിയും വായുവും ഭൂമിയും ജലവും ഉണ്ടായിരുന്നില്ല. ശൂന്യത മാത്രമായിരുന്നു എവിടെയും. അക്കാലത്ത് പരബ്രഹ്മം അഥവാ സത്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സത്ത എന്നത് സങ്കല്പസീമയ്ക്കും അപ്പുറത്തുള്ള ഒരവസ്ഥയായിരുന്നു. അനന്തവും അനിർവചനീയവുമായ പരമാനന്ദം പ്രദാനം ചെയ്യാൻ പര്യാപ്തവും പരമജ്യോതി സ്വരൂപവും സത്യത്തിലും സനാതന ധർമ്മ വ്യവസ്ഥയിലും അധിഷ്ഠിതമായിരുന്നു ആ സച്ചിദാനന്ദ ബ്രഹ്മം. നിരാകാരമായ ആ പരബ്രഹ്മ ജ്യോതിസ് സാകാരമായി രൂപം കൈക്കൊള്ളാനുള്ള നിശ്ചയം ചെയ്തു. അങ്ങനെ ആ സത്ത ഒരു ജ്യോതിർലിംഗമായി രൂപം കൈവരിച്ചു. അവയെ ബ്രഹ്മാണ്ഡം എന്ന സവിശേഷനാമത്താൽ അറിയപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്തു. പ്രപഞ്ചോദ്ഭവത്തിന്റെ മൂലമായ ഈശ്വരസ്ഥാനമായിരുന്നു ആ ബ്രഹ്മാണ്ഡം. ആ ബ്രഹ്മാണ്ഡം പിളരുകയും അങ്ങനെ അതിൽ നിന്നും അനന്തകോടി ആദിത്യദേവന്മാരുടെ പ്രഭ ഒരുമിച്ച് സമ്മേളിച്ച പോലെ വിരാട് പുരുഷൻ ഉദ്ഭവിക്കുകയും ചെയ്തു. പരബ്രഹ്മം ആകാരം സ്വീകരിച്ച അദ്ദേഹമല്ലാതെ മറ്റൊരു വസ്തുവും അന്ന് ഉണ്ടായിരുന്നില്ല. ഒരിക്കൽ തനിക്ക് ഉചിതമായ ഒരു രൂപം കൈവരിക്കണമെന്ന വിചാരധാരയിൽ അദ്ദേഹം എത്തിച്ചേർന്നു. അനശ്വര ഗുണങ്ങളോട് കൂടിയതും സർവജ്ഞതയോട് കൂടിയതും ജഗത്തിന്റെ കാരണഭൂതത്തോടു കൂടിയതും ആരാധനാമൂർത്തിയുമായ പരബ്രഹ്മം അദ്വിതീയവും അനാദിയും വർണ്ണനാതീതവുമായ ഒരു മൂർത്തിഭാവം പ്രകടമാക്കി. അതാണ് സാക്ഷാൽ സച്ചിദാനന്ദ സ്വരൂപിയായ ത്രൈലോക്യനാഥനായ ഭഗവാൻ സദാശിവൻ.